പാകിസ്ഥാൻ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയ അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു. ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഐസൺ ജോസ് വിശദാംശങ്ങൾ നൽകും. ഐസൺ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം രൂപപ്പെടുകയാണോ? കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണോ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇത്തരമൊരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്? ഗൗതം, തീർച്ചയായും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി തന്നെയാണ് തങ്ങളുടെ ആക്രമണമെന്ന് വിശദീകരിച്ച് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ പാകിസ്ഥാനിലെ തന്നെ ഖൈബർ പങ്ക്തുൻഖ്വയിലും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലകളിലൊക്കെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. അവിടെ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ 2 ദിവസം മുമ്പാണ് 28 പേർ കൊല്ലപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. അത് അഫ്ഗാനിസ്ഥാനിലെ പല മേഖല 3 ശക്തമായ ആക്രമണം നടത്തുകയും അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഈ 3 ആക്രമണങ്ങളിൽ 28ഓളം പേർ മരിച്ചതിന് പുറമെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ സാധാരണ മനുഷ്യരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിവിലിയൻസിന് നേരെ നടന്നൊരു ആക്രമണമായി തന്നെ അതിനെ അഫ്ഗാനിസ്ഥാൻ അപ്പോൾ തന്നെ ആരോപിക്കുകയും ചെയ്തു. ഈ ആരോപണത്തിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായതും ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു ശക്തമായ ആക്രമണമുണ്ടായതും IS കേന്ദ്രീകൃതമായ കേന്ദ്രങ്ങളിലാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന വിശദീകരണവും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 28 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് ശക്തമായൊരു തിരിച്ചടി തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗൗതം, ഓക്കെ, എന്തായാലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വലിയ തോതിലുള്ള സംഘർഷം വീണ്ടും അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാബൂളിനോട് ചേർന്നുള്ള ചില ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടി എന്ന നിലയിലാണ് പാകിസ്ഥാനിലെ IS കേന്ദ്രങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. ഐസൺ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.